ഒരിക്കലും ഒരു ബുദ്ധ സന്യാസിയും ശിഷ്യനും കൂടി ഒരു യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ യാത്ര പുറപ്പെടുന്നതിൻ്റെ ഇടയിൽ ബുദ്ധ സന്യാസി പ്രതിജ്ഞ എടുക്കുകയാണ്, നമ്മൾ സ്ത്രീകളെ തൊടാൻ പാടില്ലാത്തവരാണ്. അപ്പോൾ യാത്രക്കിടയിൽ അവർ ഒരു പുഴവക്കിലെത്തി. അപ്പോൾ ഒരു പുഴ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയെ കണ്ടു. വേറെ ഒന്നും തന്നെ ചിന്തിച്ചില്ല. ബുദ്ധ സന്യാസി പെട്ടെന്ന് തന്നെ ആ സ്ത്രീയെ തന്റെ ചുമലിലേറ്റി ആ പുഴ കടത്തി അവരെ ക്രോസ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം അവർ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ആ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധ സന്യാസി വളരെ സന്തോഷവാനും എന്നാൽ ശിഷ്യൻ ഭയങ്കര അരിശത്തോടെയും കൂടിയും കാണപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യൻ പെട്ടെന്ന് തന്നെ അയാളോട് പൊട്ടിത്തെറിച്ചു, നമ്മൾ സ്ത്രീകളെ തൊടാൻ പാടില്ലാത്തവരല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ആ സ്ത്രീയെ അവിടെ ചുമലിലേറ്റി അങ്ങോട്ട് കൊണ്ട് വിട്ടത്? അപ്പോൾ ബുദ്ധ സന്യാസി വളരെ എളിമയോടുകൂടി പറഞ്ഞു, ഞാൻ അത് മണിക്കൂറുകൾക്ക് മുമ്പേ അവിടെ ഇറക്കി വെച്ചതല്ലേ, നീ ഇപ്പോഴും എന്തിനാണ് അത് ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന്. ഇതിൽ നിന്ന് ഇത്രേ പറയാനുള്ളൂ. കാരണം ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഉള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നടക്കാതെ അതിനെ ഉപേക്ഷിച്ച് ജീവിതത്തിൽ നല്ല നൈർമാല്യത്തോടു കൂടി ജീവിക്കുക എന്നത് മാത്രമാണ് അതിൻ്റെ ഒരു കാര്യം. ഇതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സന്യാസിമാർക്ക് സ്ത്രീയെ തൊടാൻ പാടില്ല എന്നതിനർത്ഥം ഒരു സ്ത്രീയെ കാണുമ്പോൾ അവരൊരു വിഷമഘട്ടത്തിലിരിക്കുമ്പോൾ അവരെ സഹായിക്കാൻ പാടില്ല എന്നുള്ളതല്ല. അവരെ അതിൻ്റെ രീതി അവർ തൊടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ അവര് ഹെൽപ്പിംഗ് മെന്റാലിറ്റി എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം വേറെയാണ്. അപ്പോൾ അവരെ സഹായിക്കുക എന്നതാണ് അവിടെ ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം. അത് എടുക്കേണ്ട രീതി നമ്മൾ എടുക്കണം. അതല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ മനസ്സിൽ ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകരുത്.